ഹൈ, വെൽക്കം ടു അവർ ചാനൽ പാരഡൈസ് ഓൺ എർത്ത് അഗ്രി ഫുഡ് ട്രാവൽ. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് കുക്കർ ബിരിയാണി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് കേട്ടോ. ഒരു കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ബിരിയാണി നല്ല രുചിയോടെ തന്നെ നമുക്ക് ബിരിയാണി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. നമുക്കപ്പോൾ ഒന്ന് സ്റ്റവ് കത്തിക്കാം കേട്ടോ. കുക്കർ നന്നായി ചൂടാവട്ടെ. കുക്കർ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ആ ഓയിലിൽ കൂടെ തന്നെ നമുക്ക് ഒരു 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് ചൂടാവട്ടെ. ഏകദേശം 1 കിലോയോളം ഉള്ളിയുണ്ട്. ആ ഉള്ളി നമ്മൾ നൈസായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ആദ്യം വറുത്തെടുക്കണം, ബാക്കി നമ്മളുടെ റൈസിന് ആവശ്യമുള്ളതാണ് കേട്ടോ. കുറച്ച് അതുപോലെ നമ്മൾ സാലഡിന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കിലോ ഉള്ളിയാണ് ആകെ നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമുക്ക് അതിലോട്ട് ഇട്ടാൽ മതി. അപ്പോഴാണ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുള്ളൂ. നമുക്കിതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. ഇത്രയും ഉള്ളു മതി നമുക്ക് ഫ്രൈ ചെയ്യാൻ. ഈ ഉള്ളി ഒന്ന് ക്രിസ്പായി കിട്ടാനായിട്ട് നമുക്കൊരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് ബ്രൗൺ ഷെയ്ഡായി കിട്ടണം നമുക്ക്. അപ്പോൾ അതുവരെ ഇരുന്നിട്ട് നന്നായി മൂത്തോട്ടെ ഉള്ളി. അധികം ഇളക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നന്നായിട്ട് ഓയിൽ ഉള്ളതുകൊണ്ട് നന്നായി ഫ്രൈ ആയി കിട്ടും നമുക്ക്. നമ്മുടെ ഉള്ളി ഒരുവിധം ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യമുള്ള കശുവണ്ടി ഒന്ന് ചേർത്തെടുക്കാം. ഈ സമയത്ത് ഉണക്കമുന്തിരി ഉള്ളവർക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്തത്. നമ്മുടെ ഉള്ളിയും കശുവണ്ടിയും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്നത് ഇതാണെങ്കിലും നമുക്കിതിപ്പോൾ ആവശ്യമില്ല. ഏറ്റവും അവസാനം ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമുക്കതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളിപ്പോൾ കുക്കറിൽ ആ എണ്ണയുണ്ട്. ആ എണ്ണയിലോട്ട് തന്നെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്പൈസസും, അതായത് പട്ട, ഗ്രാമ്പു, പെരുംജീരകം, കുരുമുളക്, കസ്കസ്, അതെല്ലാം നമുക്കൊന്ന് അതിലോട്ട് ചേർത്ത് കൊടുക്കും. ഏലക്ക, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ, അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായി ഒന്ന് മൂത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ 2 സർവ്വസുഗന്ധിയുടെ ഇല അതൊന്ന് ഇട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി, ബാക്കിയുള്ള ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഉള്ളി വഴണ്ടി വരാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ.
നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഈ സമയത്ത് ഇതിലോട്ട് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റാണ് കേട്ടോ. അതായത് ഒരു 10 മുതൽ 15 വരെ അല്ലി ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 4-5 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി. പച്ചമുളക് അത്യാവശ്യം നന്നായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ സ്പൈസ് ആയിട്ട് ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. എരിവിന് നമ്മളുടെ ആവശ്യത്തിന് എത്രയാണോ അത് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നമുക്ക് ബിരിയാണി നന്നായി എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് എണ്ണം കൂട്ടാം. അതുപോലെ മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് മുളകിൻ്റെ എണ്ണ നമ്മൾ നോക്കിയിടാം. ഇതിൻ്റെ പച്ചമണം ഒന്നും മാറുന്നത് വരെ നമുക്ക് ഇറക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലോട്ട് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ ബിരിയാണി മസാല, ഇത് വന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി ജസ്റ്റ് നമുക്ക് ആ കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മുടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് അതിലോട്ടിട്ട് കൊടുക്കാം. ഈ പൊടികളിട്ട് അത് വഴണ്ടു വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അതിലോട്ട് നമ്മളുടെ ഒരു 4 തക്കാളി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തത് നമുക്ക് ഈ പൊടികൾ വഴണ്ടി വരുന്നതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കും. അത് രണ്ടും കൂടി കുക്കായിക്കോളൂ കേട്ടോ. തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കായി നമ്മുടെ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വരുന്നത് വരെ ഇതൊരു മീഡിയം ഫ്ലെയിമിലിരിക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. നമുക്ക് ഇതിനോട്ട് വേണ്ടത് നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഈ ഒരു ഗ്ലാസ്സിൽ 4 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതായത് ഒരു 3/4 കിലോ അരി ഉണ്ടാവും, കിലോ കണക്കിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ അത് നന്നായി കഴുകി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ചെയ്യേണ്ട വേറൊരു പരിപാടിയുണ്ട്. തക്കാളി അവിടെ വേകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഗ്ലാസ്സിൽ തന്നെ 8 ഗ്ലാസ് വെള്ളം, അതായത് 4 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 8 ഗ്ലാസ് വെള്ളം നമുക്ക് ഇവിടെ ഒന്ന് ചൂടാവാനായിട്ട് വെക്കാം. നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇലകൾ. അതായത് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് നമ്മുടെ പുതിനയില. അത് എത്ര ഇടുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മല്ലിയില, കറിവേപ്പില വളരെ കുറച്ച് മതി കേട്ടോ. ഓക്കെ, ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. പുതിനയില മാത്രമേ നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അവസാനം കാണിക്കാൻ വേണ്ടിയിട്ട്, ഗാർണിഷിന് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി ഇളക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഏകദേശം ഒരു 3/4 കിലോ ചിക്കനാണ് നമ്മൾ ഇതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അതോട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല.
അപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തിള വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് തിളക്കട്ടെ. അതുവരെ ഒരു 5 മിനിറ്റ് വെറുതെ ഒന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാം കേട്ടോ. വെള്ളം നമ്മുടെ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതൊന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചിക്കനും വെള്ളവും ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഈ സമയത്താണ് നമുക്ക് വേണ്ട ഉപ്പ് എത്രത്തോളം വേണം എന്നുള്ളത് ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ റൈസിനും കൂടി ചേർത്തുള്ള ഉപ്പ് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പാകത്തിന് ചേർത്ത് നന്നായിട്ട് നമ്മൾ വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ജീരകശാല അരിയാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഒന്നുകൂടി നമ്മുടെ ഉപ്പ് ഒന്ന് നോക്കണേ. അഥവാ എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2 പച്ചമുളക് കീറിയിടുക. ഉപ്പ് അതുപോലെ കുറച്ചൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ അരി ഇട്ടിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡിൽ നിന്ന് ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മൾക്കിതൊന്ന് വിസിലിട്ട് വയ്ക്കാം. വിസിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടിക്കുന്നില്ല കേട്ടോ. അതായത് കുക്കറിലെ വിസിൽ അടിക്കുന്നില്ല, മൂടി വെക്കൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നീട് സിമ്മിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അരി ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വയ്ക്കാം. കുക്കർ അടച്ചു കഴിഞ്ഞത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റൗ ഒന്ന് സിം മോഡിലിട്ട് വെക്കുക കേട്ടോ. ഇനി നമ്മളിവിടെ ഇതിന്റെ വിസിലൊന്നും അടിക്കലില്ല. ഒരു 10 മിനിറ്റിന് ഇതേപോലെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പൊ ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മൾ കുക്കർ തുറക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. നമുക്കിനി ഇതിലൊരു ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. നമുക്ക് ബിരിയാണി ഇങ്ങനെ ഒന്ന് സൈഡിൽ നിന്ന് ഇട്ടിട്ട് എടുക്കാം കേട്ടോ. കാരണം ഇതിൻ്റെ എല്ലാ സൈഡും ഒരേ അളവിലായിരിക്കില്ല മസാല. നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതായത് താഴെ മുതൽ മുകൾ വശം വരെ നമുക്ക് റൈസ് കിട്ടണം. ആ രീതിയിൽ വേണം കുക്കറിന്ന് ഇതിലോട്ട് എടുക്കാൻ. കണ്ടോ, ഇവിടെ കുറച്ച് മസാല കുറവാണ്. അപ്പോൾ നമ്മൾ കൈവഴി ഒന്ന് ഇളക്കി പോവുക. ആ ഇളക്കുന്നതിനോടൊപ്പം ഒരു ക്വാണ്ടിറ്റി ആയി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് നെയ്യ് തൂവി കൊടുക്കുക കേട്ടോ. നമ്മുടെ വേവൊക്കെ കറക്റ്റാണ്. ഇതൊന്ന് തണുക്കുമ്പോഴത്തേനും ആ ഒരു കുഴഞ്ഞ പരുവം ഒന്ന് മാറട്ടോ. ഇപ്പം നല്ല ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ. നമ്മുടെ കുക്കറിൻ്റെ ഒരു പോർഷൻ മുഴുവൻ നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് മുഴുവനും അതുപോലെ ഒന്ന് ഇട്ടിട്ട് കാണാം. അപ്പോൾ നമ്മുടെ റൈസ് എല്ലാം നമ്മൾ അതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ലെയറായിട്ട് നമുക്കൊന്ന് മുള്ളും കൂടി കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പണി, അതായത് നമ്മുടെ അണ്ടിപ്പരിപ്പ്, ഉള്ളി വറുത്തത്, അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പുതിനയില നമ്മൾ മാറ്റി വെച്ചിരുന്നു, അതും കൂടി നമുക്കൊന്ന് ഇട്ടെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വളരെ സ്പൈസി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ ബിരിയാണി ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് കമൻറ്റ് രൂപത്തിൽ നമ്മളെ ഒന്ന് അറിയിക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.